ഇന്നലെയും വീഡിയോയും ഇട്ടില്ല, ലൈവിലും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടായി വന്നപ്പോ ചേട്ടായി കാഫി എന്നപ്പോ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വരച്ചൂടെ. അങ്ങനെ ഇന്നലെ ഭയങ്കര തിരക്കായി ഗൈസ്, വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പൊ ലേറ്റ് ആയിട്ടാണ് കിടന്നത്, ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. നല്ല ഉറക്കക്ഷീണുണ്ട് ഫേസിന്റെ അകത്ത്. പക്ഷെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇനി രണ്ടാമത് പോവാണ്. ഒരു ഉച്ചക്കൊരു ലീവിന് വന്നു, അപ്പൊ തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ വീഡിയോസും ലൈവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടെടുക്കുന്ന ഒരു വീഡിയോ ആണ്. മഴ ഉണ്ടോ ഗൈസ് അവിടെ? റമദാൻ മാസം തട്ടം എവിടെ പോയി എന്ന് ചോദിക്കുന്നവരോടും തട്ടം നിന്റെ തലേന്ന് ഊരിയത് നന്നായി എന്ന് പറയുന്നവരോടും ഞാൻ തട്ടം ഇട്ടില്ല. ഈ തട്ടത്തിലൊന്നും കാര്യമില്ല ഗൈസ്. തട്ടത്തിൽ മറയട്ടെ, എന്താ ഒരു തട്ടത്തിൽ മറ. ഇവന് ക്യാമറ മറ്റേ സ്റ്റിക്ക് നേരാക്കുന്ന പരിപാടിയാ തന്നെ. ശരിക്കും ഈ വീഡിയോയിൽ ഞങ്ങൾ ഇങ്ങനെ മറ്റേ ഈ ഇങ്ങനെയുള്ള മനുഷ്യണ്ട്, അതുകൊണ്ട് കണ്ണിന്റെ കുഴപ്പമാണ് എന്നുള്ളത് ഓനറിയില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ വീഡിയോ ഇടാൻ കാരണം. വരിക 11:30-12 മണിയാവുന്ന സമയത്താണ്. അപ്പൊ എനിക്ക് വീഡിയോ ഇടാനും നേരം ഉണ്ടാവില്ല, ലൈവിൽ പോകാനും നേരം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന സ്ഥിതിക്ക് എന്തിനാ കുളിക്കാൻ വന്നതാ. ഒരു 10 കുളിയെങ്കിലും ദിവസം വീട്ടിൽ കുത്തിരിക്കുകയാണെങ്കിൽ ഉണ്ടാവും. സൺസ്ക്രീം ഒക്കെ തേച്ചിട്ട് ആട്ടങ്ങ് കറുത്തു പോകും. ആരെന്നറിയോ? സൂര്യന്. സൂര്യൻ കറുത്തു പോകുന്ന വിചാരിച്ചിട്ട് ഓൻ സൺസ്ക്രീം ഇട്ടിട്ട് ഇറങ്ങിയതാണ്. ഒരു ജാതി സ്മെല്ല് എനിക്ക് പിടിക്കുന്നില്ല. ദോശമാവ് ഓനൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. ഇഡ്ഡലി തന്നെ, ദോശക്ക് രണ്ടും ഒരു മാവ. വെറുതെ പരസ്യം കാണിക്കണ്ട, ഓൾക്കൊരു പ്രൊമോഷൻ വീഡിയോ. എല്ലാരും ഇന്ന് ദോശ വെച്ച് കഴിക്കും. ഇഡ്ലി ദോശ ബെറ്റർ, മൈ ഫ്ലേവർ. അപ്പൊ ഞാനിന്ന് മോനോട് ചോദിച്ചു എന്താ വേണ്ടിയെന്ന്. ഓന താല്പര്യ അൽഫാം, കുബൂസ്, അല്ല മറ്റേ മസാല ഷവായ, മസാല ഷവായ നല്ല മസാല ഉള്ള, അതേപോലെ ബ്രോസ്റ്റഡ്, ഇതിനോടൊക്കെ ഓന് താല്പര്യം. അപ്പൊ ഞാൻ വെറുതെ കളിയാക്കി ഇതിലേതാ വേണ്ടേ. അപ്പൊ ഞാൻ ഇന്ന് ചോദിച്ചു ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ദോശയാക്കുന്നോന്ന് ചോദിച്ചപ്പോ ഓൻ ഹാപ്പി. ദോശയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും. ഞാൻ വന്നിട്ട് ചുട്ടെന്നാ ബാക്കി ഇവർക്കുള്ള നോമ്പ് ഇന്നലെ 11:30 ആയി, ഇന്ന് ഇങ്ങനെ 9:30 എത്തും. 11:30 എന്തായാലും ലേറ്റ് ആയിക്ക് എത്താൻ. അപ്പൊ ഇന്നും അങ്ങനെ അല്ല, ഇന്നെന്താ ഞാൻ എന്താ പറഞ്ഞ 10:30 കഴിയുന്ന പറഞ്ഞേ. 9:30 വരൂന്നാ പറഞ്ഞേ. 9:30 പറഞ്ഞേ. അപ്പൊ ഇതിൽ എന്തോ കള്ളക്കളി ഉണ്ട്. അപ്പൊ ഞാൻ സെൽവനെ വിളിച്ചു നോക്കും എപ്പോഴാ വണ്ടി ആൾട്ടാ. സെൽവന്റെ വണ്ടി അല്ല അത്. പിന്നെ ആരാ വണ്ടിയാ? കാർത്തിക വേറെ വണ്ടിയാ, കുട്ടന്റെ വണ്ടിയാ. എടാ പൊട്ടാ, നീ കാണുന്നുണ്ടെങ്കിൽ കുട്ട എപ്പോഴാണ് വണ്ടി ആൾട്ട് എന്നുള്ളതൊന്ന് പറഞ്ഞു. വണ്ടി ആൾട്ടാന്ന് മാത്രല്ലോ, വണ്ടി ആൾട്ടാന്ന് വെച്ചാൽ വണ്ടി ഉള്ളേരെത്തി, ഉള്ളേരിൽ നിന്ന് പമ്പ് കൊണ്ടുവച്ച് ഡീസൽ അടിച്ച്. ഏതായാലും ആ മോളൊക്കെ പമ്പിലല്ലേ, ആടുകുത്തിരുന്ന കഥ അറിയലല്ലേ. അതാണ് സംഭവം. 10 മണിയൊക്കെ ഇല്ലല്ല, ലേറ്റ് ആയിട്ടല്ലേ മാമ വന്ന് ആണ്. അപ്പൊ ഭക്ഷണം 10 മണിക്കല്ല അടുത്ത. അപ്പൊ ഇന്നങ്ങനെ 9:30 എത്തുന്ന് പറഞ്ഞു, ചൂടാക്കി കഴിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. അപ്പൊ ഇതിലെന്തോ കള്ളക്കളിയില്ലേ ഗൈസ്. മുഖം നല്ലതല്ലെങ്കിലും കള്ളക്കളിക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടുന്നുണ്ട്. ഇന്നലെ എന്താ വെച്ചാല് ഇന്നലെ ഒരു ട്രിപ്പ് എടുത്തില്ലായിരുന്നു ഗൈസ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് നേരത്തെ വന്നു. പിന്നത്തെ കാര്യം നേരത്തെ വന്നോ? അല്ല, വൈകി വന്നു. സത്യം പറയാ, വണ്ടി ആൾട്ടായപ്പോ ഞങ്ങള് കുത്തിന്റെ ബീർ കുടിച്ചു, അതാണ് വൈകിയത്. ഇവൻ ആൽക്കഹോൾ ആണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ. ബീർ കുടിക്കുന്നത് ആൽക്കഹോൾ അല്ല ഗൈസ്. ഇവന് മുഖം ശരിയില്ലെങ്കിലും ഞാൻ മുഖസ്തുതി പറയാന്ന് നിങ്ങൾ ആരും വിചാരിക്കരുതേ. ബസ് കയറുന്ന ഒരു 10-12 പിള്ളേരുണ്ട് ഇവന്. ഓരോ പിന്നെ ബസ് സ്റ്റോപ്പിന്നും ഓരോന്നാണ്, ഓരോ ബസ്സിലും ഓരോന്നാണ്. ഇന്ന് കാർത്തികയെ പോവാണെങ്കിൽ നാളെ ഇപ്പോഴും ഞാൻ പറഞ്ഞോ, വണ്ടിയിൽ കുട്ടികളായിട്ട് നല്ല പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഒരാളെ പ്രേമിച്ചിരിക്കില്ല അതിനകത്തൊന്നും. സത്യമാണ്.
ഞാൻ വേണേ പേര് സംശയം പറയൂ. അല്ല ഞാൻ പേര് അല്ല അത് പറയും. പണ്ടുണ്ട് പണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഗായ്സ് ഈ വീഡിയോ ആടൊക്കെ ഒരു മുഖം നന്നില്ലാത്ത മിനിറ്റ് നിനക്ക് എങ്ങനെ? അപ്പോ ഈ എന്താ പറയുക വീഡിയോ കാണുന്ന ഏതെങ്കിലും ലേഡീസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടാം. അങ്ങനെ ആരെയും പ്രേമിക്കാനും ഇതാക്കാനും നിൽക്കല്ല. പിന്നെ എനിക്ക് എന്നെ പ്രേമിക്കാൻ കിട്ടൂല. ഓള് പറഞ്ഞാല് മുഖം കൊള്ളൂല. എന്നെ കണ്ടില്ലേ മരം കൊള്ള പോലെ ഉള്ളത് പറയാല്ല ഗൈസ്. ഒരു വിധം പെണ്ണുങ്ങളാ സ്നേഹിച്ച് തേക്കുന്ന പരിപാടി ഇവനാട്ടോ. നമ്മൾ വിചാരിക്കും പെണ്ണുങ്ങളാണ് തേക്കാറ്, പക്ഷെ ഇവനാട്ടോ. ശരിക്കും പറയാം, ഞാൻ തേക്കലൊന്നല്ല കേട്ടോ. ഞാൻ ഇഷ്ടപ്പെടും, കുറച്ച് കഴിയുമ്പോൾ ഒരു വേറെ ആരെയും അത് ഞാൻ തേക്കുന്നതാന്ന് എനിക്ക് അറിഞ്ഞു. എന്റെ മുഖം കൊള്ളാത്തത് കൊണ്ട് അതാണേ കുഴപ്പമില്ല. ഈ ഞാൻ പ്രേമിച്ചിട്ട് ഞാൻ ഒഴിവാക്കുന്നൊന്നല്ല. ചില സാങ്കേതിക കാരണത്താൽ അവര് വേറെ ആരെപ്പരോ പോകുമ്പോ ഞാൻ ഒറ്റയ്ക്കാവും. അപ്പോ തേക്കലാവും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും മുഖം നന്നില്ലാത്ത ഇവന ആരും നോക്കണ്ട കേട്ടോ. ഇന്ന ആരും നോക്കണ്ട. എനിക്ക് ഇന്നെ തന്നെ നോക്കാനാന്നില്ല. പിന്നെ അത്യാവശ്യം ഞാനിപ്പോ ഒരു പെണ്ണും പിഴക്ക ഒന്നുമില്ല. കാലത്ത് സ്നേഹിക്കാന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാ പറഞ്ഞേ സ്വന്തം എനിക്ക് ഇന്നെ തന്നെ നോക്കാനാന്നില്ല. പിന്നെ ഞാൻ പണ്ടത്തെ കാലത്ത് ഒരു ലെറ്റർ എഴുതിയാൽ മാത്രം മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഡയറി മിൽക്ക് കൊടുക്കണം, ഫോണ്, മെസ്സേജ്, ഇനിയിപ്പോ റീചാർജ് ചെയ്താൽ റീചാർജ് ചെയ്ത് ഡ്രസ് അങ്ങനെ പിടിച്ചിട്ട് നല്ല എക്സ്പെൻസീവ് ആണ് ഇപ്പോഴത്തെ ഒരു പ്രണയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. അപ്പോ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. ഏകദേശം സമയം കുറെ ആയി. മാമന് കുറച്ച് വെള്ളം എടുത്തിട്ടോ പാത്തു. റമളാൻ മാസം വെള്ളം കുടിക്കുന്ന ഒരാള് നോമ്പെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചു ഗൈസ്. അപ്പൊ പിന്നെയും ചാവി കാണാണ്ടായോ? ഇല്ലമ്മ വീഡിയോ ചെയ്യാ. എന്റെ മോനെ ഞാൻ പീടിയെ പറഞ്ഞേച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോ ചാവി കാണുന്നില്ല. അവൻ ചാവി തപ്പി 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 ഇപ്പം അരുണ് പോണം. രണ്ടാമത് ഇവിടെ വേറെ സ്പെയർ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് പോയി. പോന്ന് ചാവി ഇടാൻ നോക്കിയിരിക്കുക. അപ്പം ഞാൻ ഇരിക്കുന്നിടത്തുണ്ടോന്ന് വെക്കാൻ, ഞാൻ വീഡിയോ ചെയ്യാണല്ലോ. അപ്പം ഓന് മുടി വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചക്ക് കോഴിക്കോടേക്ക് പോകുന്ന ട്രിപ്പ് ആരെയോ ആക്കിയിട്ട് മതിയാണ്. അപ്പം മുടി വെട്ടാൻ പോയ കഥ അതിനെക്കാട്ടി വലിയ രസമാണ്. കൊയിലാണ്ടി പോയി നോക്കുമ്പോൾ തിരക്കാണോലെ, 1-2 ഷോപ്പിൽ തിരക്കാണോലെ. ഇതാണ് ഒറിജിനല് അല്ല, ഇതാണ് ശരിക്കും ഒറിജിനൽ. മറ്റേത് എനിക്ക് ഒരു ചേട്ടന് എന്റെ ഞാനിരിക്കുന്നുണ്ടോന്നൊക്കെ ഇത് സ്പെയർ ചാവി കേട്ടോ. എന്റെ മോള് ചെറുതായി നിൽക്കുന്ന സമയത്ത് വണ്ടിന്റെ ഡിക്കിയിലിട്ടിട്ട് ചാവി അടച്ചാഞ്ഞ് വീണ് കണ്ടിക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. പോവാണ് ഗൈസ്. ഒരു ചാട്ട കൊടുത്തേ. അപ്പൊ ഉണ്ടല്ലോ, നമ്മള് വണ്ടിയുടെ ഡിക്കിൻ്റെ അകത്ത് ചാവി കുടുങ്ങിപ്പോയാ ഇത് ശരിക്കും പറയാൻ പാടില്ല. എങ്കിൽ പോലും ഒരു ടിപ്പായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. എൻ്റെ വണ്ടി ഫാസിനോ ആണ്. എൻ്റെ വണ്ടീൻ്റെ ഉള്ളിൽ ചാവി കുടുങ്ങിയ സമയത്ത് വേറൊരു വണ്ടിയുടെ ചാവി, അത് ഏത് ആക്റ്റീവ് ആയിക്കോട്ടെ, വേറെ അൽഫയോ ഏത് വണ്ടിയാണെങ്കിലും അതിൻ്റെ ചാവി എടുത്തിട്ട് ഒന്ന് പ്രസ്സാക്കി പിടിച്ച് വലിച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഡിക്കി തുറന്ന് കിട്ടും, 2 വീലറിൻ്റെ. അങ്ങനെ ഓള് പൂട്ടിയിട്ടപ്പം ഹരീഷേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള കൊയിലാണ്ടി ഒരു മറ്റേത് സ്പെയർ ചാവിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അവിടെ ആ ചേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് അന്നൊരു ചാവി ഉണ്ടാക്കി തന്നതായിരുന്നു. ആ ചാവിയാണ് ഇപ്പോഴും അവരെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തരിക എന്ന് പറയാൻ എൻ്റെ ഒരു സുഹൃത്താണ് കേട്ടോ. പൈസ വാങ്ങിയില്ല, അപ്പം ഞാൻ പിന്നെ ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ചാവി ഉണ്ടാക്കി തന്നതാണ്. ഓക്കെ, അപ്പം എന്നിട്ട് ഓണപ്പറ്റിയില്ലേ നമ്മൾ പറഞ്ഞ് മുടി വെട്ടാൻ വേണ്ടിയിട്ട് വന്നാൽ കൊയിലാണ്ടി പോയിട്ട് തിരക്കാണോ അല്ലെ വേറൊരു ഷോപ്പ് പോയപ്പോൾ പറഞ്ഞ ചോറുന്നാണോ. അപ്പോൾ അയാളോട് പറഞ്ഞാൽ നങ്ങിയോറുന്നോ പറഞ്ഞ് ഞാനിങ്ങ് പോകുന്നു. ഇവിടെ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തത് കൊണ്ട് എനിക്കിന്നലെ ഫുള്ള് തിരക്ക്. ഇന്നലെയും മെനിയാന്നും ഞാൻ ഉറക്കൊഴിഞ്ഞിട്ടാണ് വരച്ചത്. അപ്പോൾ അത് ജസ്റ്റ് കൊയിലാണ്ടി പോയപ്പോൾ ഫോട്ടോ കൊറിയർ ചെയ്യാൻ കൊടുത്തു, ശ്വാസം വിട്ടു. ഇനി രണ്ടാമത്തെ വരയ്ക്കാനിരിക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ടാറ്റാ.